നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ വിളക്ക് വെച്ച് പിതാക്കൾ ചെയ്ത പാവങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നും മംഗലശ്ശേരിയിലെ പുതുതലമുറക്കാർ കരുതണ്ട. ഇപ്പൊ മക്കൾ പാപചിന്തയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയന്ന് തുടങ്ങിയെന്ന് സാരം. മാണിക്യമംഗലം വീടിന്റെ അകത്തളത്തിൽ വിളക്ക് വെച്ചാ തീരുന്നതല്ല ഞങ്ങളോട് ചെയ്ത കൊടും പാതകങ്ങൾ. അത് തീരണമെങ്കിൽ മംഗലശ്ശേരിയിൽ അനന്തരാവകാശികൾ ഇല്ലാതാവണം. എന്നിട്ട് ഞാൻ ഈ തറവാടിന്റെ പൂമുഖത്ത് വിളക്ക് വെക്കും. അതായിരിക്കും അച്ഛനെ ഏട്ടങ്കിയിരിക്കും ഞാൻ ചെയ്യുന്ന ബലിതർപ്പണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞ? എനിക്കിന്ന് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ മുന്നേ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാ. വാ. മോള് പിന്നെയും വന്നോ? വാ വാ വാ. ഇവരൊക്കെ മോളെ കൂട്ടുകാരാണോ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ഇതെന്റെ അനിയത്തി. നിങ്ങൾ ഇരിക്ക് 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 ഇരിക്ക്. സഞ്ജു ഇരിക്ക്. മോനെ ഞാൻ എവിടെയോ കണ്ട പരിചയം. മംഗലശ്ശേരിയിലെ മുകുന്ദൻ എന്ന ആളെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ മകനാ. മോനെ അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. പാവം, ദൈവം പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. സഞ്ജു കഴിച്ചു നോക്ക്, പിന്നെ സ്ഥിരം ഇവിടെ വരും. നന്നായിട്ടുണ്ട്. എന്താ മോളെ, ആ തറവാട് കാണാൻ വന്നാണോ? ആ, അവിടെയും കേറണം. അതിന്റെ ഉടമസ്ഥനല്ലേ മോൻ? എത്രയായി? കാശൊന്നും വേണ്ട മോനെ. മുകുന്ദ സാറിന്റെ മോൻ ഇവിടെ വന്നത് എന്റെ ഭാഗ്യ. എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒളങ്ങി വന്നേ. ആ മോനോട് ശ്രദ്ധിക്കാൻ പറയണം. അന്ന് ആ വീട്ടിൽ നിന്ന് മരിക്കാത്ത പയ്യൻ നെഞ്ച് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. മംഗലശ്ശേരി മുഴുവൻ കത്തിക്കാനുള്ള തീ അവന്റെ കണ്ണിലുണ്ടായിരുന്നു. അവൻ മംഗലശ്ശേരിയും മുകുന്ദന്റെ മോനെയും വെറുതെ വിടില്ല. താങ്ക് യു ചേട്ടാ, ഞാൻ ശ്രദ്ധിക്കാൻ പറയാം. ഞാനും ശാസ്ത്രികളെ പോയി കണ്ടു. എന്നിട്ട് ചടങ്ങിന് മുമ്പായി ചില കാര്യങ്ങൾ ചെയ്യാൻ ശാസ്ത്രികൾ പറഞ്ഞു. സഞ്ജുവിനെയും കൊണ്ടുപോയി ഞങ്ങൾ അതൊക്കെ ചെയ്തു. ഈശ്വര,
ചടങ്ങ് ചെയ്യാൻ സഞ്ജു നിങ്ങളുടെ കൂടെ വന്നെന്നോ? ഞാൻ വിശ്വസിക്കില്ല. സത്യമേ, ചേച്ചി വിളിച്ചപ്പോ എതിർപ്പൊന്നും പറയാതെ അദ്ദേഹം വന്നു. അമ്മ കരുതും പോലെ പൂജ്യമൊന്നുമല്ല. ശാസ്ത്രികൾ ദോഷത്തിന്റെ സ്ഥാനമായി പറഞ്ഞ സ്ഥലത്ത് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ബലി നടക്കാൻ വേണ്ടി ചേച്ചി ഉപവാസവ്രതവും ചെയ്യുന്നുണ്ട്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? മോളെ, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് അത് വേണ്ടതല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന്റെ ആത്മാവിന് ശാന്തി കൊടുക്കാതെ നമുക്ക് എന്ത് അഭിവൃദ്ധി ഉണ്ടാവുക? അമ്മ സമാധാനായിട്ടിരിക്കെ. 19 വർഷം ആണ്ടുബലി മുടങ്ങിയില്ലേ? ഈ ബലി നമ്മൾ സഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. മോളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കാം. അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്കറിയില്ല. വിളക്ക് വെച്ച് തൊഴാൻ അവൻ കൂടെ വന്നത് ശുഭസൂചകമായിട്ട് മോള് കാണണ്ട. നമ്മുടെ ഒരു വിശ്വാസത്തിനും അവനെതിര് പറയില്ല. കൂടെ വിളിച്ച എവിടെ വേണമെങ്കിലും വരും. പക്ഷെ അവന്റെ മനസ്സിൽ ദൈവം ഉണ്ടാവില്ല എന്ന് മാത്രം. എന്നാ ഇത്തവണ അതല്ല നടക്കാൻ പോകുന്നത്. എന്റെ വ്രതവും പ്രാർത്ഥനയും സഞ്ജുന് മനംമാറ്റം വരാന്. ദൈവമേ, ഇത് കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്ന് എത്തുമോന്ന എന്റെ ഇപ്പോഴത്തെ പേടി. മോൾ ഇതൊക്കെ ചെയ്തിട്ട് അവൻ ചെവിക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിണങ്ങല്ലേ? അങ്ങനൊന്നും വരില്ല അമ്മ. വാ, ഇരിക്ക്. ഇനി അമ്മ കഴിക്കൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായിരുന്നു. മക്കള് തരുന്നത് നല്ല അമ്മയായിട്ടങ്ങ് കഴിച്ചേ. രണ്ടുപേരും കൂടി തന്ന ഇങ്ങതാ. കഷ്ടിച്ച് 7 വർഷം മാത്രമേ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. 26-ാം വയസ്സിൽ ഞാൻ വിധവയായി. ഒരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഞാൻ പിന്നീട് ജീവിച്ചത്. നിർഭാഗ്യവതിയാണെന്ന് കരുതുമ്പോഴും ദൈവം എനിക്ക് സന്തോഷം തരുന്നുണ്ടെന്നറിയുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അനുഭവിക്കുമ്പോഴ. അമ്മയ്ക്ക് ഇത് മതി മക്കളെ. അമ്മയുടെ മക്കള് തന്നെയാ ഞങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.